കർക്കിടക വാവാണേ. ഉച്ചയ്ക്ക് രാവിലെ എന്നെ ബലിയിടാൻ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേതാളത്തിനെ പോലെ എന്നെയും കൂടെ കൊണ്ട് എവിടെയെങ്കിലും പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല തിരക്കാട്ടോ. ഇത് ബീച്ചിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരിക്കും. അതിൻ്റെ കൂടെ ഒരു നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും മഴ നനഞ്ഞ് കുളിച്ച് വന്നിട്ട് നേരെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്രാവശ്യം നന്ദിനിയുടെ പാലാട്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു മരുന്നിൻ്റെ ചുവ. ബാങ്ക് വിളിക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാവേ. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പയർ മെഴുക്ക് വരട്ടി വെക്കാനുള്ള പയറൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 ദിവസം മുന്നേ എനിക്ക് കുറുക്കിനൊരു ഉളുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് മേടിച്ച് വെച്ച പയറായിരുന്നു. 3 ദിവസം ബെഡിൽ നിന്ന് എണിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പയർ നന്നായിട്ടൊന്ന് ക്ഷീണിതയായിട്ടിരിക്കുവാണ്. എന്നാലും അതിൽ നിന്ന് നല്ലത് നോക്കി ഞാൻ പയർ കട്ട് ചെയ്തു. പയർ മാത്രം തേയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു കയ്പ്പൊക്കെ കൂടി എടുത്തു കേട്ടോ. എടുത്ത സമയത്ത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടും കൂടി ആകുമ്പോഴത്തേക്കും നല്ല കയ്പ്പായി പോവുമോ, ഈ പയറും കഴിക്കാൻ പറ്റില്ല കയ്പ്പയ്ക്കയും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ 2 കൽപ്പിച്ച് അതങ്ങ് ഇട്ട് കേട്ടോ. എന്തായാലും ഞാൻ എൻ്റെ കെട്ടിയോനല്ലേ കഴിക്കുന്നത്, അത് പിന്നെ ആരും കുറ്റം പറയാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് ശരിയാക്കി കേട്ടോ. പിന്നെ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ഊഹം വെച്ച് എല്ലാത്തിലും ഉപ്പിടുന്നതാണ് കേട്ടോ. അങ്ങനെ പയർ മെഴുക്ക് പുരട്ടിക്കുള്ള സാധനമൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞളൊക്കെ പുരട്ടി അത് കുറച്ച് നേരം ടിക്കട എന്ന് പറഞ്ഞിട്ട് വയറ്റാൻ വെച്ചു കേട്ടോ. അതാവുന്ന സമയം കൊണ്ട് അടുത്ത സാധനത്തിനുള്ള പരിപാടി വിചാരിക്കാമെന്ന് ചോദിച്ചു. കാരണം എൻ്റെ ഒരടുപ്പ് മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സാധനം തീരുമ്പോൾ നമ്മൾ അടുത്ത സാധനം കയറ്റാൻ കണക്കാക്കിയിരിക്കണം. ചോറ് വെച്ചു, മെഴുക്ക് പുരട്ടി വെച്ചു. അതിനുശേഷം ഞാൻ ബീട്രൂട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ബീട്രൂട്ട് തോരൻ വയ്ക്കാനുള്ള സംഭവമൊക്കെ അരിഞ്ഞ് വെച്ചു. കുറച്ച് മുറ്റിയതായതുകൊണ്ട് തന്നെ എങ്ങനെ ഇരിക്കുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ പാചകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു 150 പാത്രം എടുത്തിട്ടൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയ പാത്രത്തിൽ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ മെഴുക്ക് വരട്ടി ഒരു ചോറ്റുപാത്രത്തിലോട്ടാക്കി. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ചോറ്റുപാത്രം കണ്ട ഒരു ഉത്സവകാലമാണ്. ഏകദേശം ഒരു 5-6 ചോറ്റുപാത്രം ഇരിപ്പുണ്ട് എൻ്റെ ചേച്ചിയുടെയും കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കറികളെല്ലാം അതിലാക്കി വെച്ചാൽ ഭദ്രമായിട്ട് അതൊരു സൈഡിലോട്ട് മാറിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അത് സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ആ പാനിൽ തന്നെ ഞാൻ തോരന് വെച്ചു. തോരൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് മനസ്സിലായിട്ടോ. കുറച്ച് മുറ്റിയം ഇതായിരുന്നു നമ്മുടെ ബീട്രൂട്ടെ. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാതെ ഒരു പരിപാടി ഇതിൽ നടക്കില്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ അധികം വെളിച്ചെണ്ണ ഒഴിച്ചില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചാട്ടോ അത് വേവിക്കാൻ വെച്ചത്. വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാളികേരം ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അധികം പരിപാടികളൊന്നും ചെയ്യാമെന്നില്ല. ഞാൻ സാധാരണ തോരൻ വയ്ക്കുന്ന സമയത്ത് നമ്മുടെ നാളികേരം ഡയറക്റ്റായിട്ട് ഇടുക ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ കൂട്ടരയ്ക്കാൻ നിൽക്കാറില്ല. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സ് ആണെങ്കിൽ മാത്രം ഞാൻ കൂട്ടരയ്ക്കാൻ വേണ്ടി നിൽക്കും. വേറെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ 2 പേരും മാത്രമാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളൂ. അതിനുശേഷം നേരെ ഇഞ്ചിക്കറിയിലോട്ട് നടന്നു. ഇഞ്ചിക്കറിക്ക് എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ട് ഇപ്രാവശ്യം ഫുൾ അബദ്ധമാണ്. ഞാൻ ഒരു ഇഞ്ചി എടുത്തിട്ട് ഒരു വലിയ ഇഞ്ചി എടുത്തിട്ടാണ് വന്നിട്ടോ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ അത് ഫുള്ള് കേടായിരുന്നു. അതിൽ നിന്ന് ഇത്തിരി കിട്ടിയത് കൊണ്ട് നമുക്ക് 2 പേർക്കുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കാം. കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാനുള്ള അത്ര ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടികളിൽ ഞാൻ ആക്കിയിട്ട് ഇഞ്ചിക്കറി കിട്ടു. കുറച്ച് അധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാട്ടോ ഞാനതാക്കിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഞാൻ ഒരു സൈഡിൽ വെച്ച് ആ വെളിച്ചെണ്ണ അത്രയും ഊറി മാറട്ടെ എന്ന് വിചാരിച്ച് ചരിച്ചു വെച്ചു. ആ സമയം കൊണ്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മസലി നന്നായിട്ട് മൂപ്പിച്ച് പായസം ഉണ്ടാക്കി വെച്ചു. അങ്ങനെ നമ്മുടെ സദ്യയുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് പരിപ്പാട്ടോ. പരിപ്പ് പെട്ടെന്ന് ചീത്തയാവുന്നതുകൊണ്ട് തന്നെ സദ്യയുടെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കണേ. അങ്ങനെ പരിപ്പും ഉണ്ടാക്കി പപ്പടം കാച്ചാനുള്ള പരിപാടികളും തുടങ്ങി. ഇനി പപ്പടം കൂടി കാച്ചി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളെല്ലാം തീരും. കുഞ്ഞു പപ്പടം കേട്ടോ ഞാൻ ഇപ്രാവശ്യം മേടിച്ചത്. കാരണം വെച്ചാൽ വെളിച്ചെണ്ണ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ആ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല, കളയും. പിന്നെ അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ല വിലയാണല്ലോ. അങ്ങനെ കുഞ്ഞു പപ്പടമൊക്കെ കാച്ചി അതും സെറ്റ് ചെയ്തതിന് ശേഷം ഒരു തുമ്പലായിട്ട് ആദ്യം നമ്മൾ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഇത് മാറ്റി വയ്ക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് സദ്യ ഒരുക്കുവാണ്. ഇനി ഇഞ്ചിയും നാരങ്ങയും സാലഡാട്ടോ വെച്ചത്. കിച്ചടി വെക്കാനുള്ള നാളികേരം ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ആകെപ്പാടെ ഒരൊറ്റ നാളികേരം ഉണ്ടായിരുന്നുള്ളൂ. അതും പോയിട്ട് ഇത്രയും കറിയാകുമ്പോഴത്തേക്കും നമ്മളെല്ലാം കൂടി കഴിക്കാനും പോകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സാലഡാക്കി. പിന്നെ ബീട്രൂട്ട് തോരനും അതിന് ശേഷം ഒരു പയർ മെഴുക്ക് പുരട്ടിയൊക്കെ ആക്കിയതിന് ശേഷം ചോറ് വിളമ്പണം കേട്ടോ. ഇവിടെ സാധാരണ നമ്മൾ കഴിക്കണതിന് മുന്നേ തന്നെ കാക്കയ്ക്ക് കൊടുത്തിട്ടാട്ടോ കഴിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കാക്കയ്ക്ക് കൊടുക്കാനുള്ളത് വിളമ്പാമെന്ന് വിചാരിച്ചു. കാക്ക എന്ന് പറയുമ്പോൾ പിതൃക്കൾക്ക് കൊടുക്കാനുള്ളത് വിളമ്പാമെന്ന് വിചാരിച്ചു. അതെല്ലാം വിളമ്പി സെറ്റായി. ഇതിൻ്റെ ഒന്നും ഞാൻ ഉപ്പ് നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാനുള്ളതിനൊക്കെ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അത് വിളമ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കുള്ളതൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.